Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമ്മൾ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷനിലെ ഇൻകം ഫ്രം ബിസിനസ്സിൻ്റെ കാൽക്കുലേഷൻ ആണ് ഇന്ന് ചെയ്യുന്നത്. അതിൻ്റെ പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് കാണാത്തവർ അത് കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അതിനകത്ത് നമ്മൾ എന്തൊക്കെ എക്സ്പെൻസസ് അലൗഡ് ആണ്, നോട്ട് അലൗഡ് ആണ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കാണാത്തവർ ഇതിൻ്റെ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓഫ് മിസ്റ്റർ എ അസർടെയിൻ ടാക്സബിൾ പ്രോഫിറ്റ്. നമുക്കൊരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ടാക്സബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമുക്ക് ഓൾറെഡി ഒരു പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ടാക്സബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് തന്നിരിക്കുന്നത് നോക്കാം. ഡെബിറ്റ് സൈഡിൽ വരുന്ന സാലറീസ് 14,800, ജനറൽ എക്സ്പെൻസ് 12,550, ബാഡ് ഡെബ്റ്റ്സ് റിസർവ് 3,000, income tax 1,500, gifts and presents 2,000, life insurance premium 1,300, fire insurance premium ഷോപ്പിൻ്റെ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് 1,000 ആണ്. കമ്മീഷൻ പെയ്ഡ് തന്നിട്ടുണ്ട് 15,000, ഓഡിറ്റ് ഫീ 2,750. ഇതുകൂടാതെ ബാക്കി ഐറ്റംസ് ഉണ്ട് ഡെബിറ്റ് സൈഡിൽ, അത് ഞാൻ വായിക്കാം. ബാക്കി ഇവിടെ ക്രെഡിറ്റ് സൈഡ് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് 1,25,000 തന്നിട്ടുണ്ട്. മിസ്ലേനിയസ് റിസീവ്സ് 2,000, കമ്മീഷൻ ഏൺഡ് തന്നിട്ടുണ്ട് 4,000, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് 3,000, ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി 10,000. ഇത്ര ഐറ്റംസ് ഉള്ളത്. ബാക്കി എന്താന്ന് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഡെബിറ്റ് സൈഡിൽ തന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് 4,500, ഡിസ്കൗണ്ട് അലൗഡ് 6,000, ട്രേഡ് എക്സ്പെൻസ് 24,500. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് 55,100 ആണ്. അപ്പോൾ ടോട്ടൽ വരുന്നത് 1,44,000 പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ടോട്ടൽ. നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ട് തന്നിരിക്കുന്നത് ഡെപ്രിസിയേഷൻ അലവൻസ് എലിജിബിൾ ടു ദ ബിസിനസ് 6,500. ഡെപ്രിസിയേഷൻ ശരിക്കും എലിജിബിൾ ആയിട്ടുള്ള 6,500 ആണ്. ജനറൽ എക്സ്പെൻസ് ഇൻക്ലൂഡ് ₹4,000 ബീങ് ദ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ പർച്ചേസ് ഫോർ ഡൊമസ്റ്റിക് യൂസ്. ഇപ്പോൾ നമുക്ക് ജനറൽ എക്സ്പെൻസ് തന്നതിൽ 4,000 ജനറൽ എക്സ്പെൻസ് നമുക്കൊരു എമൗണ്ട് തന്നിട്ടുണ്ട്. അതിൽ വരുന്നതിൽ 4,000 എന്ന് പറയുന്ന ഒരു ഫേർണിച്ചർ പർച്ചേസ് ചെയ്ത കോസ്റ്റ് ആയിരുന്നു. ഫേർണിച്ചർ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഡൊമസ്റ്റിക് പർപ്പസിന് കൂടിയാണ്. പിന്നെ ഇതിൽ കമ്മീഷൻ പെയ്ഡ് തന്നിട്ടുണ്ട്. ആ കമ്മീഷൻ പെയ്ഡ് ക്യാഷ് ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എടുത്ത് എഴുതാം. അതിൽ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നെറ്റ് പ്രോഫിറ്റ് എടുത്ത് എഴുതാം. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കോസ്റ്റിൽ തന്നിരിക്കുന്നത് 55,100, അത് എഴുതാം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ക്വസ്റ്റ്യനിലുള്ള ഡെബിറ്റ് സൈഡ് നേരെ നോക്കാം. ഡെബിറ്റ് സൈഡിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഐറ്റംസ് എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതല്ല, നമുക്ക് ബിസിനസ്സിൽ അലൗഡ് അല്ലാത്ത ഐറ്റംസ്, ബിസിനസ്സുമായിട്ട് ഡയറക്റ്റ് റിലേറ്റഡ് അല്ലാത്തതും അതേപോലെ ഇൻകം ടാക്സിൽ അലൗഡ് അല്ലെന്ന് പറഞ്ഞിട്ടുള്ളതുമായ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യുക പ്രോഫിറ്റിൻ്റെ കൂടെ. എന്തുകൊണ്ടാണ് അത് ആഡ് ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി ആ ഡെബിറ്റ് സൈഡിൽ ഒരു ഐറ്റം, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം, നമുക്ക് ബാഡ് ഡെബ്റ്റ്സ് റിസർവ് തന്നിട്ടുണ്ട് 3,000 അല്ലേ ഈ ക്വസ്റ്റിനകത്ത്. ശരിക്കും നമുക്ക് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു, അതിനകത്ത് നോട്ട് അലൗഡ് ആണ് റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ്. അപ്പോൾ ഈ നോട്ട് അലൗഡ് ആയ ബാഡ് ഡെബ്റ്റ് റിസർവ് 3,000 അവിടെ എഴുതിയത് കൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് 3,000 കുറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡെബിറ്റ് സൈഡിൽ എന്ന് വെച്ചാൽ എക്സ്പെൻസസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് കൂട്ടി എഴുതി കഴിഞ്ഞാൽ പ്രോഫിറ്റ് കുറയും. അപ്പോൾ അത് കൂട്ടി എഴുതിയതിൻ്റെ എഫക്റ്റ് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ എത്ര എമൗണ്ട് നമ്മൾ പ്രോഫിറ്റിൽ കൂട്ടി കാണിക്കണം അല്ലേ. ഈ 3,000 എഴുതിയതുകൊണ്ട് പ്രോഫിറ്റ് 3,000 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3,000 ഇവിടുന്ന് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോഫിറ്റിൻ്റെ കൂടെ 3,000 ആഡ് ചെയ്താൽ മതി. ഇത്രയൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആകെ ഒരു കാര്യം ചെയ്താൽ മതി. ഡെബിറ്റ് സൈഡിൽ നോട്ട് അലൗഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനിയിപ്പം ഡെബിറ്റ് സൈഡിൽ നമുക്ക് നോട്ട് അലൗഡ് അല്ല. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ നോട്ട് അലൗഡ് ഉണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഡെബിറ്റ് സൈഡിൽ നോട്ട് അലൗഡ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതിയ ഒരു ഐറ്റം നമുക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയ ഒരു ഐറ്റം അവിടെ നിന്ന് എടുത്ത് മാറ്റണമെങ്കിൽ മൈനസ് ചെയ്യാം അല്ലേ. ഇനി ഡെബിറ്റ് സൈഡിൽ നമുക്കൊരു ഐറ്റം എഴുതി ചേർക്കാനുണ്ട്. ഡെബിറ്റ് സൈഡിൽ ഒരു അലൗഡ് ആയ എക്സ്പെൻസ് ഉണ്ടായിരുന്നു, നമ്മളത് മിസ് ചെയ്തു പോയി, എഴുതാതെ പോയി. അപ്പോൾ അത് എടുത്ത് ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ നിന്ന് എടുത്ത് മാറ്റാൻ നമ്മൾ ആഡ് ചെയ്തു, അപ്പോൾ അതിലേക്ക് ചേർക്കണമെങ്കിൽ മൈനസ് ചെയ്യാം. അതിന് അതേപോലെ ക്രെഡിറ്റ് സൈഡ് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതിയ ഐറ്റം ക്യാൻസൽ ചെയ്യണമെങ്കിൽ
മൈനസ് ചെയ്ത് അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആകെ ഒരു കാര്യം ആലോചിക്കുക, ഡെബിറ്റ് സൈഡിലുള്ള ഒരു ഐറ്റം നോട്ട് അലൗഡ് ആണ്, അത് നമുക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റണമെങ്കിൽ ആഡ് ചെയ്യാം. ബാക്കിയൊക്കെ അതിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ പ്രോഫിറ്റ് എടുത്തെഴുതി, ആൻസർ ചെയ്യുമ്പോൾ ആദ്യം പ്രോഫിറ്റ് എടുത്തെഴുതി, നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. എന്നിട്ട് നമ്മൾ ആഡ് എന്ന് എഴുതാം. ആഡ് എന്ന് എഴുതിയിട്ട് നേരെ ഡെബിറ്റ് സൈഡ് നോക്കാം. ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെ നോട്ട് അലൗഡ് ഉണ്ട് അതൊക്കെ നിരത്തി അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കാം, ഡെബിറ്റ് സൈഡിൽ ഓരോ ഐറ്റം ആയിട്ട് നോക്കാം. സാലറി ബിസിനസ്സിൽ അലൗഡ് ആണോ അല്ലയോ? സാലറി ബിസിനസ്സിൽ അലൗഡ് ആണ് അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മളത് നോക്കണ്ട, അതിനൊന്നും ചെയ്യണ്ട, നോട്ട് അലൗഡ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ജനറൽ എക്സ്പെൻസ് 12,550 ആക്ച്വലി അലൗഡ് ആണ്. അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാം, അത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പം ഡയറക്റ്റ് ഐറ്റംസ് നോക്കാം, ജനറൽ എക്സ്പെൻസ് അലൗഡ് ആണ്. ബാഡ് ഡെപ്റ്റ് റിസർവ് നമുക്കറിയാം, റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ് നോട്ട് അലൗഡ് ആണ്. അപ്പം ബാഡ് ഡെപ്റ്റ് റിസർവിനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എടുത്ത് എഴുതി. അപ്പം നോട്ട് അലൗഡിൽ ഐറ്റംസ് നോട്ട് അലൗഡിൽ ബാഡ് ഡെപ്റ്റ് റിസർവ് എഴുതി. അപ്പം ഐറ്റംസ് നോട്ട് അലൗഡ് എല്ലാം ആഡ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഓരോ ഐറ്റംസ് എഴുതിയിട്ട് ടോട്ടൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. ഇപ്പം നെറ്റ് പ്രോഫിറ്റ് എഴുതി, അതിൽ ഐറ്റംസ് നോട്ട് അലൗഡ് എന്ന് എഴുതിയിട്ട് ആദ്യം നമുക്ക് കിട്ടിയത് ബാഡ് ഡെപ്റ്റ് റിസർവ്, അതെടുത്ത് എഴുതി. നെക്സ്റ്റ് ഐറ്റം ഇൻകം ടാക്സ്. നമുക്കറിയാം ടാക്സ് പർപ്പസിന് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം സെയിൽസ് ടാക്സ് ആൻഡ് എക്സൈസ് ഡ്യൂട്ടി മാത്രമേ അലൗഡ് ആയിട്ടുള്ള ടാക്സസ് ഉള്ളൂ. ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ് ഇതൊക്കെ നോട്ട് അലൗഡ് ആണ്. അപ്പോൾ ഇൻകം ടാക്സ് നോട്ട് അലൗഡ് ആണ്, നമ്മൾ അതെടുത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമെന്ന് വെച്ചാൽ ആ നോട്ട് അലൗഡിൽ എഴുതി വെക്കാം. നെക്സ്റ്റ് ഗിഫ്റ്റ്സ് ആൻഡ് പ്രസൻസ്. നമുക്ക് ഗിഫ്റ്റ് ഫോർ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് പർപ്പസ് ആണല്ലോ. അഡ്വർടൈസ്മെന്റ് പർപ്പസിന് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. അതല്ലാതെ ചുമ്മാ ഗിഫ്റ്റ്സ് ആൻഡ് പ്രസൻസ് തന്നു കഴിഞ്ഞാൽ അത് നോട്ട് അലൗഡ് ആണ് 2000. അപ്പം നമ്മൾ അതും കൂടി അവിടെ എടുത്തെഴുതാം. അപ്പോൾ ഐറ്റംസ് നോട്ട് അലൗഡ് നമുക്ക് 3ആയി, ബാഡ് ഡെപ്റ്റ്സ് റിസർവ്, ഇൻകം ടാക്സ്, ഗിഫ്റ്റ്സ് ആൻഡ് പ്രസൻസ്. ഇത്ര ഐറ്റംസ് എഴുതി. ഇനി നെക്സ്റ്റ് ഐറ്റം നോക്കിക്കുക, ഗിഫ്റ്റ്സ് ആൻഡ് പ്രസൻസ് കഴിഞ്ഞിട്ട് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. നമ്മൾ പറഞ്ഞിട്ട് ലൈഫ് ഇൻഷുറൻസ് നോട്ട് അലൗഡ് ആണ്. ലൈഫ് ഇൻഷുറൻസ് നോർമലി എടുക്കുന്നത് അസസിയുടെ ലൈഫിൻ്റെ പേരിൽ വല്ലതും ആയിരിക്കും. എംപ്ലോയീസിൻ്റെ ആവാൻ ചാൻസ് കുറവാണ്. എംപ്ലോയീസിനെ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അലൗഡ് ആക്കാം. ചുമ്മാ ലൈഫ് ഇൻഷുറൻസ് പറഞ്ഞാൽ നോട്ട് അലൗഡ് ആണ്, പേഴ്സണൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ 1300 അതും നമ്മൾ എഴുതി. നെക്സ്റ്റ് ഫയർ ഇൻഷുറൻസ് പ്രീമിയം തന്നിട്ടുണ്ട്, അത് നമ്മളോട് ഷോപ്പിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിൻ്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട, എന്ന് വെച്ചാൽ അത് അലൗഡ് ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് ഒരു ഐറ്റം തന്നിരിക്കുന്നത് കമ്മീഷൻ പെയ്ഡ് ആണ്. കമ്മീഷൻ പെയ്ഡ് ശരിക്കും അലൗഡ് ആണ്, പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ടായിരുന്നു കമ്മീഷൻ പെയ്ഡ് ഈസ് ക്യാഷ് ആണ് അല്ലേ, ക്യാഷിലാണ് പേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാഷിൽ പേ ചെയ്തിരിക്കുന്ന എക്സ്പെൻസ് ശരിക്കും പറഞ്ഞാൽ 10,000 വരെ മാത്രമേ നമ്മൾ ക്യാഷിൽ പേ ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഒരു എമൗണ്ട് ക്യാഷിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി നോട്ട് അലൗഡ് ആവും. ഇപ്പോൾ കമ്മീഷൻ പെയ്ഡ് 15,000 ഉണ്ട് അല്ലേ, 10,000 കൂടുതലുണ്ട്, അതുകൊണ്ട് അത് നോട്ട് അലൗഡ് ആയി. അപ്പോൾ കമ്മീഷൻ പെയ്ഡും നമ്മൾ എടുത്തെഴുതി. അതിന് നെക്സ്റ്റ് നമുക്ക് ബാക്കി ഐറ്റംസ് എന്താ തന്നിരിക്കുന്നത്, ഓഡിറ്റ് ഫീ. ഓഡിറ്റ് ഫീ നോർമലി ബിസിനസ്സിൽ വരുന്നതാണ്, അത് അലൗഡ് ആണ്. പിന്നെ തന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പേഴ്സണൽ എക്സ്പെൻസ് ആണ് അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ അല്ലെങ്കിൽ പാർട്ട്ണർ സാലറി എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അവർക്ക് പേഴ്സണലി കൊടുക്കുന്നത്. അത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ബിസിനസ് നടക്കാതെയൊന്നും ഇല്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നതാണ്, അത് നോട്ട് അലൗഡ് ആണ്. 4,500 നമ്മൾ എന്ത് ചെയ്തു, അതും എടുത്തെഴുതി. നെക്സ്റ്റ് ഐറ്റം തന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് നോർമലി അലൗഡ് ആണ്. ട്രേഡ് എക്സ്പെൻസും അലൗഡ് ആണ് അല്ലേ. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഡിപ്രീസിയേഷൻ അലവൻസ് എലിജിബിൾ ടു ദ ബിസിനസ് ഇസ് 6,500. ബിസിനസ്സിൽ എലിജിബിൾ ആയിരിക്കുന്ന ഡിപ്രീസിയേഷൻ 6,500 ആണ്. അപ്പം നമ്മൾ കോസ്റ്റിൽ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടോ? ഡെബിറ്റ് സൈഡിൽ എവിടെയും ഡിസ്കൗണ്ട് തന്നിട്ടില്ല അല്ലേ. ഇപ്പോൾ ഡിസ്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ തന്നിട്ടില്ല, പക്ഷെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി ചേർക്കേണ്ട ഐറ്റമാണ്. അപ്പം നമ്മൾ അവിടെ ഡെബിറ്റ് സൈഡിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ അലവൻസ് അവിടുത്തെ ചേർത്ത് കൊടുക്കേണ്ട ഐറ്റം മൈനസ് ആണ് ചെയ്യേണ്ടത്. ഇനിയിപ്പം ഈ ഡിപ്രീസിയേഷന് പല കേസസ് വരാം. ഇപ്പോൾ ഡിപ്രീസിയേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 6,500 ആണ് എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ 7,000 തന്നെന്ന് വിചാരിച്ചോ. അപ്പം ശരിക്കും പറഞ്ഞാൽ 6,500 ഡെബിറ്റ് സൈഡിൽ എഴുതാൻ പാടുള്ളൂ, 7,000 എഴുതിയിട്ടുണ്ട്. അപ്പം 500 രൂപ കൂടുതലുണ്ട് അല്ലേ ഡെബിറ്റ് സൈഡിൽ. 500 രൂപ അവിടെ നിന്ന് എടുത്ത് മാറ്റണം. എടുത്ത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ 500 രൂപ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കാം ഐറ്റം നോട്ട് അലൗഡിൽ. ഇനിയിപ്പം നമുക്ക് 6,500 അഡ്ജസ്റ്റ്മെന്റ് തന്നു, അവിടെ നമുക്ക് തന്നിരിക്കുന്നത് 6,000 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ 6,000 6,500 ആക്കി മാറ്റണം അല്ലേ. അപ്പം 500 രൂപ നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുക്കണമെങ്കിൽ മൈനസ് ചെയ്യാം 500. അപ്പം നോക്കിയിട്ട് വേണം ചെയ്യാൻ ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ്. ഇവിടെ നമുക്ക് ഡിപ്രിസിയേഷൻ ഡെബിറ്റ് സൈഡിൽ തന്നിട്ടേ ഇല്ല, അഡ്ജസ്റ്റ്മെന്റിൽ മാത്രം തന്നെ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ കംപ്ലീറ്റ് എമൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്, അതുകൊണ്ട് നമ്മളത് മൈനസിലാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജനറൽ എക്സ്പെൻസ് ഇൻക്ലൂഡ് ₹4,000 ബീങ് ദ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ പർച്ചേസ്. ജനറൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് കോസ്റ്റിൽ
12,550 തന്നിട്ടുണ്ട്. ആക്ച്വലി അത് അലൗഡ് ആണ്. പക്ഷെ നമ്മളോട് അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന അതിൽ 4,000 കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആണ്. കോസ്റ്റ് ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻസ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതാണ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാൻ പാടില്ല. അപ്പോൾ നോട്ട് അലൗഡ് ആണ്. അതുപോലെ ഡൊമസ്റ്റിക് യൂസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോട്ട് അലൗഡ് ആണ്. അപ്പോൾ 4,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യാം, അതിൽ നിന്ന് ക്യാൻസൽ ചെയ്യണം. 4,000 മാത്രം ക്യാൻസൽ ചെയ്താൽ മതി, അത് മാത്രമേ നോട്ട് അലൗഡ് ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ 4,000 മാത്രം എടുത്തെഴുതാം. ജനറൽ എക്സ്പെൻസ് വന്നിട്ട് ഫർണിച്ചറിന്റെ എമൗണ്ട് മാത്രം എടുത്തെഴുതാം. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഫുൾ നമ്മൾ നോക്കി. പിന്നെ കമ്മീഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, കമ്മീഷൻ പെയ്ഡ് ഇൻ ക്യാഷ്, അതുകൊണ്ട് നോട്ട് അലൗഡിൽ നമ്മൾ എഴുതി. അപ്പോൾ നോട്ട് അലൗഡിലുള്ള ഡെബിറ്റ് സൈഡിലെ ഐറ്റംസ് എല്ലാം എഴുതി. അപ്പോൾ ഐറ്റംസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഐറ്റംസ് കിട്ടി. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കുക. 55,100 പ്രോഫിറ്റിന് കൂടെ ഈ ടോട്ടൽ 31,300 ആഡ് ചെയ്യാം. അപ്പോൾ 86,400 കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡ് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ എന്തെങ്കിലും നോട്ട് അലൗഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നോട്ട് അലൗഡ് അല്ലാതെ നമുക്കൊരു ഐറ്റം ഓൾറെഡി മൈനസ് ചെയ്യണം നമ്മൾ മനസ്സിലാക്കി വെച്ച ഒരു ഐറ്റം ഉണ്ട്. ഏതായിരുന്നു? ഡിപ്രീസിയേഷൻ അലവൻസ്. അപ്പോൾ ആദ്യം തന്നെ മൈനസ് ചെയ്യേണ്ടതിൽ നമുക്ക് എഴുതാം ലെസ് ഡിപ്രീസിയേഷൻ നോട്ട് ചാർജ്ഡ് അല്ലേ, 6,500 എടുക്കണം. അതുകൂടാതെ നമുക്ക് ക്രെഡിറ്റ് സൈഡ് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് അലൗഡ് ആണ്, മിസ്ലേനിയസ് റെസീവ്സ് അലൗഡ് ആണ്, കമ്മീഷനൊക്കെ അലൗഡ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ബിസിനസിന്റെ ഇൻകം അല്ല. നമ്മൾ കുറച്ച് പൈസ ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇട്ടു, അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ്, പുറത്തുനിന്ന് കിട്ടിയ ഇൻകം ആണ് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, നോട്ട് അലൗഡ് ആണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ഒരു ഹെഡ് ഉണ്ട്, അതിൽ കാണിക്കേണ്ട ഇൻകം ആണ്, ബിസിനസ് ഇൻകം അല്ല. ബിസിനസിന്റെ നോർമൽ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ സെയിൽസ് നടത്തി പ്രോഫിറ്റ് ഉണ്ടാക്കുവാണ്. അതല്ലാതെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ നോട്ട് അലൗഡ് ആണ്. ഇപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റിയിൽ ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നോട്ട് അലൗഡ് ആണ്. അപ്പം ക്രെഡിറ്റ് സൈഡിൽ നോട്ട് അലൗഡ് മൈനസ് ചെയ്യണം. ഇപ്പോൾ 3,000 നമ്മൾ മൈനസ് ചെയ്യുന്നിടക്ക് എഴുതാം. അതേപോലെ തന്നെ ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി, നമ്മൾ ബിസിനസ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്, അവിടെ നമുക്ക് ഡിവിഡൻഡ് കിട്ടി 10,000. അപ്പോൾ 10,000 ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്, ഔട്ട്സൈഡ് ഇൻകം ആണ് അല്ലേ. അപ്പോൾ അത് നോട്ട് അലൗഡ് ആണ്. അപ്പോൾ നമുക്ക് 3 ഐറ്റംസ് മൈനസ് ചെയ്യാനുണ്ട്. ഒന്ന് ഡിപ്രീസിയേഷൻ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി, ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി. അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ 19,500 മൈനസ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്ന 86,400 ആയിരുന്നു. അതിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന 19,500 മൈനസ് ചെയ്യാം. അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് കിട്ടി. അപ്പം നിങ്ങൾ നോക്കേണ്ടത് നമുക്ക് നോട്ട് അലൗഡ് ആയിട്ടുള്ള ഐറ്റംസ് കണ്ടുപിടിച്ചിട്ട് അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രം മതി. പ്രോഫിറ്റ് എടുത്തെഴുതാം. അതിൽ നിന്ന് ഡെബിറ്റ് സൈഡിൽ നോട്ട് അലൗഡ് ഒക്കെ ആഡ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ നോട്ട് അലൗഡ് ഒക്കെ മൈനസ് ചെയ്യുക. ഡെബിറ്റ് സൈഡിൽ ചേർത്ത് കൊടുക്കേണ്ടതൊക്കെ മൈനസ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ ചേർത്ത് കൊടുക്കേണ്ടതൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മാത്രം ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷനിലെ ഇൻകം ഫ്രം ബിസിനസിന്റെ കാൽക്കുലേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ടെക്സ്റ്റിൽ ഉണ്ടാകും, അതൊക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം നമ്മൾ ഇതിൽ നോക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തിരിക്കുന്ന ഐറ്റംസ് നോട്ട് അലൗഡ്, കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്, അലൗഡ് തന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ജസ്റ്റ് ലോജിക്കലി നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി. ഈ ഒരു ഐറ്റം, ഈ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം ഇല്ലെങ്കിൽ ബിസിനസ്സിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് വെച്ചാൽ ഡയറക്ട്ലി റിലേറ്റഡ് ടു ബിസിനസ് മാത്രമേ നമുക്ക് അലൗഡ് ആവാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ നോട്ട് അലൗഡ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പം അങ്ങനെ ആലോചിച്ച് നമ്മൾ ചെയ്താൽ മതി. വേറെ കൂടുതലായി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബാക്കി നിങ്ങൾ ആ ലിസ്റ്റിലുള്ള സാധനങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ തന്നെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ രീതിയിലെ ക്വസ്റ്റൻ ഉണ്ടാവുക. 15 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് വരുന്നതാണ്. വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട. ഈ പ്രോബ്ലം നല്ലപോലെ നോക്കിയിട്ട് പോവാം. ഇനിയിപ്പോൾ 1-2 ഐറ്റം തെറ്റിപ്പോയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അത്ര മാർക്കൊന്നും കുറയത്തില്ല. ആ ഒരു ഐറ്റത്തിൻ്റെ മാർക്ക് മാത്രമേ കുറയുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റൻ എല്ലാവരും നോട്ട് ചെയ്തിട്ട് പോകണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.